ഞാൻ ഈ റിച്ച്നെസിന്റെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ കാനഡയില് ഈ ബൈക്ക് ഓൺ ചെയ്യാന്ന് പറഞ്ഞ ഒരു റിച്ച് കൾച്ചർ മതി. അതായത് ഒരു കുറച്ചും കൂടി ഒരു പൈസ ചെലവും കാര്യമൊക്കെ ഉള്ള ഒരു സംഭവമാണ് ബൈക്ക് ഓൺ ചെയ്യാന്ന് പറയുന്നത്. കാരണം ഇവിടെ പക്ഷെ ബൈക്ക് വിന്ററിൽ ഓടിക്കാൻ പറ്റില്ല. അതെ, ബൈക്ക് വിന്ററിൽ ഓടിക്കാൻ പറ്റൂല. പിന്നെ ബൈക്കിന്റെ ഇൻഷുറൻസ് കാറിന്റെ ഇൻഷുറൻസിനെക്കാട്ടിയും കൂടുതലാണ്. പിന്നെ ബൈക്കിന്റെ ലൈസൻസ് എടുക്കണമെങ്കിൽ കാറിന്റെ ലൈസൻസിനെക്കാട്ടിയും കൂടുതലാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ മോസ്റ്റ്ലി ഹൈ എൻഡ് ബൈക്സ് ഉള്ളത്, ഈ ഹാർലി ഡേവിഡ്സൺ അല്ലെങ്കിൽ അങ്ങനത്തെ വൺ ലെവലിലുള്ള ബൈക്കൊക്കെ കാണാം. അപ്പൊ എന്തായാലും അതിന്റെ ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും അത്ര ലെവലുണ്ടാവും. കാരണം നമ്മളെ നാട്ടില് പറഞ്ഞാല് നമ്മുടെ നാട്ടില് പ്രാക്ടിക്കാലിറ്റി റീസൺ കാരണമാണ് കുറെ ആൾക്കാർ ബൈക്ക്, അതെ, ഒരു 1 lakhന്റെ അണ്ടറിൽ അല്ലെങ്കിൽ EMI-ലൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് ഒരു ബൈക്ക് കിട്ടും. ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് എടുക്കുകയാണെങ്കിൽ തന്നെ 20,000 30,000 ഒക്കെ ഒരു ബൈക്കായി. പിന്നെ പെട്രോൾ അടിച്ച് കൊണ്ടടക്കാൻ സുഖമാണ്, ഒക്കെ അതാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ബൈക്ക് ഒരു ലക്ഷറി ആയിട്ടാണ് കാണുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഈ സമ്മർ ആവുമ്പോഴാണ് ഫുള്ള് ഈ ബൈക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് പുറത്തേക്ക് വരിക. അപ്പൊ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു സംഭവം എന്താന്ന് വെച്ചാല്, ഇവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് ഇപ്പം ഞാൻ കണ്ടൊരു ഇതില്, ഇനി കൾച്ചർ ഇങ്ങനെയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ നമ്മൾ ഫുള്ള് പുറത്തു കൂടെ ഡെയിലി പോയിക്കൊണ്ടിരിക്കുക, നമ്മളിത് ഇങ്ങനെ കാണുകയാണ്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാല് ഒരു 80% ബൈക്ക് ഓണേഴ്സും പ്രായമായവരായിരിക്കും. അതായത് റിട്ടയർമെന്റ് ഒക്കെ, ഇവരെ വർക്കിംഗ് കൾച്ചറൊക്കെ കഴിഞ്ഞ് റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഇവര് റിട്ടയർമെന്റിൽ ഇവരെ ആ ഒരു പൈസ എന്തൊക്കെ ഉണ്ട്, അപ്പൊ ഒരു ബൈക്കൊക്കെ വാങ്ങി ഇവര് ഫുള്ള് ബൈക്ക് അല്ലെങ്കിൽ ഈ സൂപ്പർ കാർസ്, എസ്പെഷ്യലി കോർവെറ്റ് അല്ലെങ്കിൽ വിന്റേജ് കൺവേർട്ടബിൾ കാർസ്, അതെ, ഇങ്ങനത്തെ ഒരു ഇതാ. അപ്പം ഞാൻ പെർട്ടിക്കുലർലി ബൈക്കിലോട്ടാ സ്റ്റിക്ക് ചെയ്യണം. ഇവര് ഈ ഒരു അതായത് ഒരു 80% ആൾക്കാരും ഓൾഡ് പീപ്പിൾ ആണ്. ഇവര് റിട്ടയർമെന്റ് മണി വെച്ചിട്ട് ബൈക്ക് എടുക്കുന്നു, ബൈക്കിൽ കറങ്ങുന്നു, കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഇതാവും. ഒരു 20% പീപ്പിൾ ആണ് യൂത്തിലുള്ളത്. പക്ഷെ നേരെ മറിച്ച് നമ്മളെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു 90% ബൈക്കിന്റെ ഒരു ഓഡിയൻസ് അറിയുന്നത് യൂത്ത് ആയിരിക്കും. പിന്നെ ബാക്കി 10% ആയിരിക്കും ഒരു മിഡിൽ ഏജ്ഡ് പീപ്പിൾ ഒക്കെ ഉണ്ടാവും. ഒരു 50+ ഒക്കെ ആയവരാണെങ്കിൽ ജസ്റ്റ് അങ്ങാടിക്ക് എന്തെങ്കിലും ചെറിയ ആവശ്യത്തിന് പോകാൻ ഒരു ആക്റ്റീവ അല്ലെങ്കിൽ അല്ലാതെ വലിയൊരു രീതിയിൽ ഇതാവൂല. പക്ഷെ എൻ്റെ അഭിപ്രായത്തില് നാട്ടിലെ ആ ഒരു കൾച്ചറാണ് എനിക്ക് കുറച്ചും കൂടി അടിപൊളിയായി തോന്നുന്നത്. കാരണം ബൈക്ക് എന്നൊക്കെ പറഞ്ഞാല്, ഒന്ന് ബൈക്ക് റൈഡ് ചെയ്യണ പറഞ്ഞാൽ ഒരു കംഫർട്ടബിൾ ട്രാവലിംഗ് അല്ല ഫോർ എ റിയലി ലോങ് ടൈം. ഒരു 1 hour ഇൻറ്റു ബൈക്ക് റൈഡ് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമുക്ക് പുറത്തിനൊക്കെ ചെറിയൊരു സ്ട്രെയിന് ആ ഒരു സംഭവമൊക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു അഡ്രനലൈൻ റഷും പിന്നെ ആ ഒരു അൺകംഫർട്ടബിൾ യാത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊരു യങ് ഏജിൽ നമ്മൾ ആസ്വദിക്കണം എന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം ഓൾഡ് ഏജ് ആകുമ്പോൾ നല്ല കംഫർട്ടബിൾ കാറിലൊക്കെ നമ്മളിങ്ങനെ പോവാം. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ വെരി യങ് ടൈമിൽ ഇവർക്ക് ചിലപ്പോൾ ഈ ബൈക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അവർ വർക്കിംഗ് ആയിരിക്കും, അതായിരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ വെരി വയസ്സായിട്ടായിരിക്കും ഈ ബൈക്കൊക്കെ ഇതാകുക. പിന്നെ അത് എങ്ങനെയാണ് ഇവരത് എൻജോയ് ചെയ്യുന്നത്, എത്രയാണ് ആ ഒരു എൻജോയ്മെന്റ് മീറ്റർ എന്നുള്ളതൊക്കെ എന്നെ ഭയങ്കര അതിശയിപ്പിച്ചു. ഞാൻ അങ്ങനെ